സ്കൂട്ടറിൽ എത്തിയ ആൾ അകത്തേക്ക് കടന്നു. അകത്തേക്ക് കടന്ന ശേഷം ആദ്യം പണം എവിടെയെന്നുള്ളതാണ് ചോദിച്ചത്. ആ പണം എവിടെയെന്ന് ചോദിക്കുന്ന സമയത്ത് ആദ്യം അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫാണ് ഉണ്ടായിരുന്നത്. പിന്നീട് മാനേജറും, ആ ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമാണ്, മാനേജറും അവിടെയുണ്ട്. മാനേജർ പുറത്തേക്ക് വരുന്നു. രണ്ടുപേരെയും കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുന്നു. ഭീഷണിപ്പെടുത്തിയ ഉടനെ തന്നെ അതിന് തൊട്ടടുത്തുള്ള വാഷ്റൂമിനകത്തേക്ക് രണ്ടുപേരെയും കയറ്റുന്നു. ആ രണ്ടുപേരെയും വാഷ്റൂമിനകത്തേക്ക് കയറ്റി ആ മോഷ്ടാവ് അകത്ത് കയറിയ ശേഷമാണ് ഇത്തരത്തിൽ ഇവരെ ഭീഷണിപ്പെടുത്തുകയും പുറത്തേക്ക് ഇറങ്ങി ആ ഡോർ ലോക്ക് ചെയ്ത ശേഷമാണ് പിന്നീട് മോഷണം നടക്കുന്നത്. 2 മണിക്ക് ശേഷമാണ്, 2:13 ആ സമയത്താണ്, 2:12 ഈ മോഷ്ടാവ് ഈ മാനേജരെയും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു സ്റ്റാഫിനെയും ഈ ബാങ്കിൻ അകത്ത് ഒരു റൂമിനകത്ത്, വാഷ്റൂമിനകത്ത് പൂട്ടിയിടുന്നത്. അത് കൃത്യമായി നമുക്ക് ആ CCTV ദൃശ്യങ്ങൾ, നമ്മളിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ആ CCTV ദൃശ്യങ്ങൾ വ്യക്തമാണ്. അതായത് ആ ബാങ്കിനകത്തുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതിൽ എന്താണ് നടന്നതെന്നുള്ള കാര്യം വ്യക്തമാണ്. എത്രത്തോളം സമയം അങ്ങനെയെങ്കിൽ ഈ പ്രതി അകത്ത് ചെലവഴിച്ചിരിക്കണം. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ജീവനക്കാരെല്ലാവരും ഉണ്ടല്ലോ അവിടെ. അപ്പോൾ കുറച്ചധികം ജീവനക്കാരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവർക്കൊന്നും മറ്റ് കമ്മ്യൂണിക്കേഷൻ ഒന്നും സാധ്യമാകാത്തൊരവസ്ഥയായിരുന്നു അവിടെ ആ സമയമല്ലേ? തീർച്ചയായും. അതായത് ഇവർ 2 പേർ മാത്രമാണ് ഉണ്ടായിരുന്നു. മറ്റുള്ളവരൊക്കെ തന്നെ ഭക്ഷണം കഴിക്കുന്നതിനും മറ്റുമായി പുറത്തേക്ക് പോയ സമയത്തായിരുന്നു ഈ ഒരു സംഭവം നടന്നത്. അതുകൊണ്ട് തന്നെ ഇവർ 2 പേർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ CCTV ദൃശ്യങ്ങൾ നമ്മൾ കാണുന്ന ആ 2 പേർ മാത്രമാണ് ആ സമയത്ത് ഈ ഒരു ബാങ്കിൻ്റെ ബ്രാഞ്ചിനകത്ത് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ ഒന്നും തന്നെ വിളിക്കാനോ അല്ലെങ്കിൽ ഒന്നിനും തന്നെ ഒരു സമയം ലഭ്യമായില്ല. അതിനു മുൻപേ തന്നെ ഇയാൾ ഈ ബാങ്കിനകത്ത് ഈ ഒരു റൂമിൽ ഇവരെ പൂട്ടിയിടുകയും മോഷണം നടത്തുകയും ചെയ്തു. കവർച്ച നടത്തി ഇയാൾ പോയതൊക്കെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് തന്നെയാണ് പോലീസും പറയുന്നത്. അതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള കടക്കാരുൾപ്പെടെ വിവരം അറിയുമ്പോഴേക്കും മോഷ്ടാവ് ഇവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. ഇയാൾ ഈ ഒരു ദിശയിലേക്കാണ് പോയതെന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് പ്രധാനമായും ഇത് 2 ഭാഗത്തേക്കുള്ള വഴിയാണ്. ഒന്ന് ചാലക്കുടി ഭാഗത്തേക്കും മറ്റൊന്ന് തൃശ്ശൂർ ഭാഗത്തേക്കും. എന്തായാലും ഈ മോഷ്ടാവ് പോയത് വഴി അതുമായി ബന്ധപ്പെട്ടും മോഷ്ടാവിനെ പിടികൂടുന്നതിനുമായി ബന്ധപ്പെട്ടും ഈ CCTV ദൃശ്യങ്ങളും വഴിയിലുള്ള മറ്റ് CCTV ദൃശ്യങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ചുകൊണ്ടാണ് പോലീസ് കൃത്യമായൊരു സൂചനയിലേക്ക് എത്തുക. എന്തായാലും ഈ ആരാണ് മോഷ്ടാവ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരേക്കും വന്നിട്ടില്ല. നമുക്ക് തോന്നുന്നത്, കാരണം കൃത്യമായി ഇത് പഠിച്ചു വെച്ചിട്ടുണ്ട്, ബാങ്കിൽ ഇന്ന സമയത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ ആള് കാണില്ല, അവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ കാണില്ല, ഊണ് കഴിക്കാൻ പോകുന്ന സമയമാണ്. സമീപ പ്രദേശങ്ങളെ സംബന്ധിച്ചോളം അവിടെ CCTV ദൃശ്യങ്ങളുടെ ഒരു അപര്യാപ്തതയുണ്ടോ? ഇതൊക്കെ സാഹചര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയ ഒരു വ്യക്തിയെ ഗൃഹപാഠം നന്നായിട്ട് എടുത്ത ശേഷമാണ് ഈ മോഷ്ടാവ് എത്തിയെങ്കിൽ ഒരു പ്രൊഫഷണൽ രീതി തന്നെയാണ് ഇപ്പോൾ ഈ കവർച്ചയിൽ നമുക്ക് ആദ്യ സൂചകങ്ങളായി ലഭ്യമാകുന്നതല്ലേ? തീർച്ചയായും. അതായത് കൂടുതലായുള്ള സൂചനകളൊക്കെ തന്നെ നമ്മൾ ആ കണ്ട CCTV ദൃശ്യങ്ങളിൽ ആ സ്കൂട്ടറിൻ്റെ നമ്പർ വ്യക്തമല്ല. ഇനിയിപ്പോൾ കൂടുതൽ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ സ്കൂട്ടറിൻ്റെ നമ്പർ ഒരുപക്ഷെ വ്യക്തമാകും. അത് പക്ഷേ വ്യാജ നമ്പർ പ്ലേറ്റ് ആണോ അല്ലെങ്കിൽ അത് ഒറിജിനൽ ആണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ സംശയമുണ്ട്. അതും പരിശോധിച്ച ശേഷമായിരിക്കും. ഏതായാലും ഒറിജിനൽ ആണെങ്കിൽ പ്രതിയിലേക്ക് എത്തുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും നിരവധിയായ ആളുകൾ ഈ പരിസരത്തൊക്കെ, അതായത് തൊട്ടടുത്ത് തന്നെ, തൊട്ട് മുൻപിൽ, ഈ ബ്രാഞ്ചിൻ്റെ തൊട്ട് മുൻപിൽ പോട്ട പള്ളിയാണ്. അതിന് തൊട്ടടുത്ത് തന്നെ ഈ ഫെഡറൽ ബാങ്കിൻ്റെ തന്നെ ATM ഉണ്ട്. അതുപോലെ തന്നെ മറ്റ് ഒരുപാട് കടകളുണ്ട്. ഇവിടെയൊക്കെ ആളുകളൊക്കെ, തുണിക്കട ഉൾപ്പെടെയുള്ള കടകളുണ്ട്. കുറച്ച് അങ്ങോട്ട് നീങ്ങിയാൽ ഓട്ടോ സ്റ്റാൻഡുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും ഇതിൻ്റെ ഒക്കെ ഇടയിലൂടെ ഈ ഒരു സമയത്ത് പട്ടാപ്പകൽ ഇങ്ങനെ ഒരു മോഷണം നടത്തണമെങ്കിൽ അത് കൃത്യമായ ഒരു ആസൂത്രണത്തോടു കൂടിയും അല്ലെങ്കിൽ എങ്ങനെയാണ് അത് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നേരത്തെ ഉറപ്പിച്ച മട്ടിൽ തന്നെയായിരിക്കും ഒരുപക്ഷെ ആ പ്രതി അല്ലെങ്കിൽ ആ ഒരു മോഷ്ടാവ് അയാൾ ഇവിടെ എത്തിയിട്ടുണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ആ കാര്യങ്ങളിലേക്കൊക്കെ തന്നെ നമുക്ക് എത്താം. എന്തായാലും പോലീസ് നിർണായകമായ ഇയാളെ ഇനി എത്ര തുക പോയി എന്നുള്ളതാണ്. ഈ തുക എത്രത്തോളം, കാരണം നമുക്കറിയാം വർക്കിംഗ് അവേഴ്സ് ആണ്, അവിടെ ഇടപാടുകളൊക്കെ നടന്ന് ഒരു ഉച്ചയോടുകൂടി ഓഡിറ്റ് ചെയ്ത് അതിന്റെ ക്രമീകരണങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ എത്രത്തോളം തുക പോയി എന്നത് ആ കണക്ക് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ? പ്രജീഷ്, അതിൽ ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ ഈ പോലീസ് എത്തി ശാസ്ത്രീയ പരിശോധനകൾ നടത്തേണ്ടിയിരിക്കുന്നു. അത് കഴിഞ്ഞേ മാത്രമേ ക്യാഷ് കൗണ്ടറിലേക്ക് ആ ജീവനക്കാർക്ക് പോലും കടക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം തെളിവുകൾ ഒരുപക്ഷെ നഷ്ടപ്പെടാൻ ഇടയുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്തൽ, എത്ര പണം നഷ്ടപ്പെട്ടു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഒരു കുറച്ച് സമയം എന്തായാലും ഈ പരിശോധനകൾ പൂർത്തിയാക്കുന്നത് വരെ നമ്മൾ എന്തായാലും നമ്മൾ അതാണ് അതിന്റെ നടപടിക്രമങ്ങൾ. പോലീസിനെ സംബന്ധിച്ചോളം നമുക്കറിയാം, നമ്മൾ ആദ്യം അവിടേക്ക് എത്തുമ്പോൾ അവിടുത്തെ
ദൃശ്യങ്ങൾ പകർത്തി പിന്നീട് പോലീസിനെ സംബന്ധിച്ചുള്ള അവിടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക എന്നുള്ളതാണ്. അതിന് ചില തീർച്ചയായും അവിടെ ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുന്ന മാധ്യമങ്ങളെയൊക്കെ പുറത്തേക്ക് അവർ ഇറക്കിയിരുന്നു. ഇനി അവിടെ പരിശോധന, കാരണം ഫിംഗർ പ്രിന്റ് മാഞ്ഞു പോകരുത്. മറ്റ് സാഹചര്യം ഫിംഗർ പ്രിന്റ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഗ്ലൗ കയ്യിൽ ഒട്ടിട്ടിരുന്നു ഈ പ്രതി. അപ്പോൾ സമർത്ഥനായ ഒരു പ്രൊഫഷണൽ രീതിയാണ് ഇപ്പോൾ ഇവിടെ അവലംബിച്ചിരിക്കുന്നത്.